നമ്മള് ഗേറ്റിന്റെ കുറെ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗേറ്റിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഗേറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നിങ്ങള് കുറെ പേർക്ക് ഗേറ്റിനെ പറ്റിയിട്ട് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. ഗേറ്റ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഗേറ്റ് കൊണ്ട് ടെക്കിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ ഗേറ്റ് വഴി കുറെ PSUs വിളിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക്. അത് ഗേറ്റ് 23, 24, 25. ഗേറ്റിന്റെ സ്കോറിന് 3 വർഷം വാലിഡിറ്റി അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ 23-ലുള്ളവർക്ക് ഇപ്പോഴും അവിടെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ജസ്റ്റ് ക്വാളിഫൈ ആയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. അപ്പൊ ഡയറക്റ്റ് PSUസിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. ബിടെക് ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന ബിടെക് കഴിഞ്ഞിട്ട് ഒരു വർഷം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നഷ്ടമൊന്നും സംഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നല്ല പക്ക ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാണ്ട് പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം ഗേറ്റില് അപ്ലിക്കൻസിന്റെ എണ്ണമൊക്കെ വളരെ വളരെ കുറവാണ്. അതേപോലെ എക്സാം എഴുതുന്നവരുടെ എണ്ണം കുറവ്, അതേപോലെ ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം കുറവ്. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരിക്കലും വ്യൂസ് കാര്യങ്ങളോ നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വന്നിട്ടുള്ള ഗേറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക്. മുന്നേ എയർ ട്രാഫിക് കൺട്രോളർ ഉണ്ട്, അത് സെപ്പറേറ്റ് എക്സാം വഴിയാണ് വിളിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതെന്താ, ത്രൂ ഗേറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ്. അതായത് ആർക്കിടെക്ചർ, സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, IT. ഇലക്ട്രോണിക്സുകാർക്ക് നോക്ക് നിങ്ങൾ, 527 വേക്കൻസിയാണ് ഉള്ളത്. ഇലക്ട്രിക്കലാർക്ക് 208, സിവില് 199, IT 31, ആർക്കിടെക്ചർ 11. ഇലക്ട്രിക്കൽ ഞങ്ങൾ 93, 19, 60, 21, 15. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് 9, 4, 15. ഇലക്ട്രോണിക്സ് ആർക്ക് 527 ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്. 527 ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സിവിലിയാർക്ക് 190. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ ഗസ് ഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഗേറ്റ് ഇപ്പം 2026-ലെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് 25 ഇറങ്ങുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഗേറ്റ് നല്ല സ്കോർ വാങ്ങിക്കുക. അപ്പൊ കുറെ PSUs ഗേറ്റ് വഴി വിളിക്കുന്നുണ്ട്. നല്ലൊരു പാക്കേജ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതൽ വീഡിയോസ്, PSUs ഏതൊക്കെയാണെന്നില്ല നമുക്ക് കൂടുതൽ വീഡിയോസിൽ വരാം. അപ്പൊ ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഏജ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 27 വയസ്സായിരിക്കും അവിടെ ഏജ് ലിമിറ്റ് ഉണ്ടാവുക. ഓക്കെ, ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. പിന്നെ SC ST OBC കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് 3 വർഷം 5 വർഷം ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ബിടെക് ഇലക്ട്രിക്കല് ഗേറ്റ് പേപ്പർ ആയിരിക്കണം. ഈസി ആകുമ്പോൾ ഗേറ്റ് പേപ്പർ കൂടി ഈസി ആയിരിക്കണം. സിവിൽ ആകുമ്പോൾ CE ആയിരിക്കണം. ഓക്കെ, പിന്നെ ഐ ടി ആണെന്നുണ്ടെങ്കിൽ CS ആയാലും മതി. ഗേറ്റ് പേപ്പർ കോഡ് CS മതി. ഓക്കെ, ആർക്കിടെക്ചർ AR. 23, 24, 25 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഗേറ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സെലക്ഷൻ ക്രൈറ്റീരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് 28 ആണ്. സെപ്റ്റംബർ 27 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ ഈ ഒരു എയർപോർട്ട് അതോറിറ്റിയുടെ സൈറ്റിൽ കാണുന്നുണ്ടാവും. പേ സ്കെയിൽ നമ്മൾ പറഞ്ഞു 40,000 തൊട്ട് 1,50,000 വരെ. നമ്മളെ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ സെയിം സാലറി തന്നെയാണ്, സെയിം പോസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞു. എന്താ പറയണ്ടേ, നിങ്ങൾ അവിടെ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഡയറക്റ്റ് സെലക്ഷൻ ആണ്. അല്ലാതെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും അവർ ഇതിൽ പറഞ്ഞിട്ടില്ല. അതായത് ഏറ്റവും നമ്മൾ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് അവർ ജസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് പോലെ ഷോർട്ട് ലിസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കോൾ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടാവും. വെരിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പിന്നെ മുന്നേന്ന് വെച്ചാൽ PSUസിനൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ഇതിന് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ടൈ ആയി, ഇപ്പം ഗേറ്റ് സ്കോറിനൊക്കെ ടൈ ആണെന്നുണ്ടെങ്കിൽ, ഗേറ്റ് സ്കോർ ടൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏജിന്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. ഏജും ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈങ് ഡിഗ്രിയിലുള്ള മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ടൈ റിസോൾവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ 6 മന്ത്സ് എന്താ പറയണ്ടേ, ട്രെയിനിങ് ഉണ്ടാവുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ സർവീസ് കണ്ടീഷൻസ് ഉണ്ട്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഓൺ അപ്പോയിന്റ്മെന്റ് ആർ ലയബിൾ ടു പോസ്റ്റഡ് ഓർ ട്രാൻസ്ഫർഡ് എനിവർ ഇൻ ഇന്ത്യ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഗേറ്റ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഗേറ്റ് സ്കോർ വെച്ച് നമുക്ക് പല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, ഒരു 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അവര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.